വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും കേന്ദ്രമന്ത്രിസഭയിലെ അഴിച്ചുപണിയും മുന്നിൽ കണ്ട് ഭാരതീയ ജനതാ പാർട്ടി പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിലാണ് പുതിയ ഭാരവാഹി നിരയെ തെരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾക്ക് ചുമതലകൾ നൽകിയ പട്ടികയിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള യുവനേതാവ് അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയായി തൽസ്ഥാനത്ത് തുടരും. അതേസമയം മലയാളി നേതാവായ എ പി അബ്ദുള്ളക്കുട്ടിയെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിവാക്കി പകരം മുൻ ദേശീയ ജനറൽ സെക്രട്ടറി രാം മാധവാണ് പുതിയ ഉപാധ്യക്ഷന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ ഓർഗനൈസേഷനിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവാണ് അഴിച്ചുപണിയിലെ പ്രധാന ആകർഷണം. സ്മൃതി ഇറാനിയെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യയും ദേശീയ ഭാരവാഹി പട്ടികയിൽ പ്രധാന ചുമതലകളോടെ തിരിച്ചെത്തിയിട്ടുണ്ട്. സംഘടനയിൽ വൈസ് പ്രസിഡന്റ് പദവിയാണ് വസുന്ധരയ്ക്ക് നൽകിയത്. സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയായി BL സന്തോഷ് തന്നെ തുടരുമ്പോൾ സൗദാൻ സിംഗ്, ശിവപ്രകാശ് എന്നിവർ ജോയിന്റ് ജനറൽ സെക്രട്ടറിമാരായി പ്രവർത്തിക്കും. കേരളത്തിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന കെ സുരേന്ദ്രന് ദേശീയ തലത്തിലേക്ക് പ്രൊമോഷൻ നൽകിയപ്പോൾ AICC ഡിജിറ്റൽ മീഡിയ സെൽ മുൻ മേധാവിയും BJP ദേശീയ വക്താവുമായ അനിൽ ആന്റണിയെ ദേശീയ സെക്രട്ടറിയായി നിലനിർത്തുകയായിരുന്നു. കെ സുരേന്ദ്രന് പ്രവർത്തന പാരമ്പര്യം വെച്ച് ജനറൽ സെക്രട്ടറി പദവിയെങ്കിലും ലഭിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമുയരുന്നുണ്ട്. എന്നാൽ ആ പ്രതീക്ഷ വെറുതെയായി. ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായാണ് ഇനി സുരേന്ദ്രൻ നിൽക്കുക. ദേശീയ ഉപാധ്യക്ഷ പദവിയിൽ ദീർഘകാലം പ്രവർത്തിച്ച എ പി അബ്ദുള്ളക്കുട്ടിയെ മാറ്റിയെങ്കിലും അദ്ദേഹത്തിന് മറ്റ് ചുമതലകൾ നൽകിയേക്കുമെന്നാണ് സൂചന. വസുന്ധര രാജെ, സ്മൃതി ഇറാനി, സരോജ് പാണ്ഡെ, രേഖ വർമ്മ തുടങ്ങിയ പ്രമുഖ വനിതാ നേതാക്കൾക്ക് ദേശീയ തലത്തിൽ വലിയ പരിഗണനയാണ് ലഭിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന സന്ദീപ് പഥക്കിനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. സംബിത് പത്രയ്ക്ക് പുതിയ ചുമതല നൽകി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കോർഡിനേറ്ററായി സംബിത് പത്രയെ നിയമിച്ചു. ആകെ പ്രഖ്യാപിച്ച 13 ദേശീയ വൈസ് പ്രസിഡന്റുമാരിൽ 6 പേർ വനിതകളാണ്. ഇതുകൂടാതെ 4 വനിതാ സെക്രട്ടറിമാരും ഒരു വനിതാ ജനറൽ സെക്രട്ടറിയും പുതിയ പട്ടികയിലുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്ന് 2 പ്രതിനിധികളും ഇടം പിടിച്ചു. ദക്ഷിണേന്ത്യൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ പരിഗണന നൽകുന്നതാണ് പുതിയ പുനഃസംഘടന. കേരളം, പശ്ചിമ ബംഗാൾ, ഒഡീഷ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾക്ക് വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങളും നൽകിയിട്ടുണ്ട്. അനുഭവസമ്പന്നരായ മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവ മുഖങ്ങളെയും ഉൾപ്പെടുത്തി പ്രാദേശിക ഭരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭാരവാഹികളെ നിതിൻ നബീൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന നിർണായകമായ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും പാർട്ടി സംവിധാനം താഴെത്തട്ടിൽ ശക്തമാക്കാനും ഈ പുതിയ ഭാരവാഹി നിര സഹായിക്കുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും ദേശീയ ഉപാധ്യക്ഷന്മാരായി വസുന്ധര രാജെ സിന്ധ്യ, തീരത്ത് സിംഗ് റാവത്ത്, രാം മാധവ്, ബൈജയന്ത് ജയ് പാണ്ഡെ, D പുരന്തേശ്വരി, രേഖ വർമ്മ, വർഷാബെൻ നരേന്ദ്രഭായ് തുടങ്ങിയ നിരവധി ആളുകളുണ്ട്. എന്നാലും കേരളത്തിൽ നിലവിൽ വലിയ ഭരണമാറ്റങ്ങളൊന്നുമില്ല. എന്നാലും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി BL സന്തോഷ് വരുന്നുണ്ട്. ജോയിന്റ് ജനറൽ സെക്രട്ടറിമാരായി ശിവപ്രകാശ്, ജനറൽ സെക്രട്ടറിമാരായി വിനോദ് താണ്ഡവെ, സുനിൽ ബൻസാർ, ബിപ്ലവ് കുമാർ ദേവ്, സ്മൃതി ഇറാനി, സതീഷ് പുനിയ, ഗജേന്ദ്ര പട്ടേൽ, ഹരീഷ് ദ്വിവേദി, സഞ്ജയ് ഭാട്ടിയ തുടങ്ങിയവരാണുള്ളത്.